മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ കൂടപ്പിറപ്പുകളെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് തന്റെ കൂടപ്പിറപ്പുകളെ വലിച്ചെറിയുമ്പോ ആ പൊട്ടക്കിണറ്റിലേക്ക് ആ കിണറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോ യൂസുഫ് നബിയും പറഞ്ഞത് ഈ ദിക്റ് പറഞ്ഞപ്പോഴാണ് അല്ലാഹു വിളിക്കുന്ന ജിബ്രീലേ, ജിബ്രീലേ, യൂസുഫ് താഴെ എത്തുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തണം ജിബ്രീൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ പ്രയാസപ്പെട്ട ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ പെട്ട ഒരു സമയം ഏതെന്നറിയുവോ? കിണറിന്റെ മുകളിൽ നിന്ന് കൂടപ്പിറപ്പുകളെ യൂസുഫ് നബിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. താഴെ പാറയാണ്. ആ പാറയിലേക്ക് യൂസുഫ് നബി ചെന്ന് വീഴുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് ജിബ്രീൽ ഈ കിണറ്റിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വരികയാ. യൂസുഫ് നബിയെ കയ്യിൽ ഇങ്ങനെ കോരിയെടുത്തിട്ട് ആ കിണറ്റിലൊരു പാറക്കഷ്ണത്തിന്റെ മുകളിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് യൂസുഫിനെ സമാധാനിപ്പിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധി വരുന്ന സമയത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാറുള്ള ഒരു ആയുധമാണ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്റ് നിങ്ങൾ പഠിച്ചു വെച്ചോ. അതുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മദീന എന്ന് പറയുന്ന രാജ്യത്തേക്ക് യാത്ര ചെയ്ത് തുടങ്ങുമ്പോ അവിടെ ആദ്യമായിട്ട് പറഞ്ഞത് ദുആയാ, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുകയാ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു സദ്വിചാരം മൂസാ നബിക്ക് ഉണ്ടായിരുന്നു. ഇതാണ് നമുക്കും വേണ്ടത്. ജനങ്ങൾ എന്ത് പറയട്ടെ, ജനങ്ങൾ എന്ത് കാണട്ടെ, അതിലൊന്നും നമുക്കൊന്നുമില്ലടോ. ജനങ്ങളുടെ തൃപ്തിയല്ല നമുക്ക് വേണ്ടത്, അല്ലാഹുവിന്റെ പൊരുത്തവും തൃപ്തിയുമാണ് നമുക്ക് വേണ്ടത്.